നമസ്കാരം. ഓർമ്മകൾ സ്നേഹഗീതങ്ങളായി പെയ്തിറങ്ങുന്ന ഈ സുന്ദര സന്ധ്യയിലേക്ക് നീയല്ലെങ്കിൽ മറ്റാരാണ് സഖിയുടെ ഓഡിയോ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കലാരംഗത്തും വിപണിയിലുമുണ്ടായ കടുത്ത പ്രതിസന്ധികളിൽ പോലും ഈസ്റ്റ് കോസ്റ്റ് നിലനിന്നത് ആസ്വാദകരുടെ ഹൃദയസമർപ്പണം കൊണ്ടായിരുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് കണ്ണാടി പിടിക്കുവാൻ കരുത്തുറ്റ ഒരു നേതൃത്വം എന്നും ഈസ്റ്റ് കോസ്റ്റിനുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയം. നവമാധ്യമ സംസ്കാരത്തിൻ്റെ വേഗതയ്ക്കൊപ്പം നീങ്ങുവാനും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പതിനായിരങ്ങളെ ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. മാത്രമല്ല, ഇന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ സംഗീത മാധ്യമ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്കവരും ഈയൊരു സൗഹൃദ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ കണ്ടെത്തിയവരാണ്. നാളെയുടെ പ്രതീക്ഷയും കാലഘട്ടത്തിൻ്റെ ആവശ്യവുമായ നവമാധ്യമങ്ങളിൽ നിന്നും ഈസ്റ്റ് കോസ്റ്റ് പുതിയ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് സംഗീത മേഖലയിലേക്ക് മുൻപും വഴിയൊരുക്കിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് കണ്ടെത്തിയ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഗായകരും ഉൾപ്പെടെ 30-ലധികം പുതിയ പ്രതിഭകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്തായിരുന്നു ഈസ്റ്റ് കോസ്റ്റ് നിന്നെ വായിക്കുവാൻ എന്ന പേരിൽ 12 പ്രണയഗാനങ്ങൾ ആസ്വാദക ലോകത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് പ്രകാശിപ്പിക്കുവാൻ പോകുന്ന നീയല്ലെങ്കിൽ മറ്റാരാണ് സഖിയിലൂടെയും നവമാധ്യമങ്ങളിൽ നിന്ന് കണ്ടെത്തിയ 6 ഗാനരചയിതാക്കളെയാണ് ഞങ്ങൾ അഭിമാന പുരസ്സരം സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. അതും മലയാളിയുടെ പ്രിയപ്പെട്ട ഗസൽനാദം ഉമ്പായിലൂടെ. ഔപചാരിക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ പീതാംബരക്കുറുപ്പ്, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ G കാർത്തികേയൻ, ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, സംവിധായകനും മാക്ടയുടെ അധ്യക്ഷനുമായ ശ്രീ GS വിജയൻ, ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ സതീഷ് ബാബു പയ്യന്നൂർ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതി ഗുരുരത്നം ജ്ഞാന തപസ്വി, പ്രിയപ്പെട്ട ഗസൽ ഗായകൻ ശ്രീ ഉമ്പായി, ഈസ്റ്റ് കോസ്റ്റിൻ്റെ സാരഥി ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് എന്നിവർ ദയവായി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഈ വേദിയിൽ തന്നെ സാന്നിധ്യമുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ, ഈ സദസ്സിൽ നമ്മളോടൊപ്പമുണ്ട്. സ്ഥലപരിമിതി മൂലം അവരെ വേദിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം, അവരുടെ പേര് ഇവിടെ പരാമർശിച്ചു പോവുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ അച്ഛൻകോവിൽ അജിത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം തിരുവോണത്തെ വരവേൽക്കുന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോ എൻ്റർടൈൻമെൻറ്റ്സ് മലയാള സംഗീത സാഹിത്യ തറവാടിൻ്റെ തിരുമുറ്റത്ത് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്ന പൊന്നോണക്കാഴ്ചയായ നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ഓഡിയോ ആൽബത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ സമാരംഭിക്കുകയാണ്. ധന്യമായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനും പ്രിയങ്കരനുമായ ശ്രീ N പീതാംബരക്കുറുപ്പ് ex-MP അവർകളാണ്. ബഹുമാന്യനായ ശ്രീ N പീതാംബരക്കുറുപ്പ് അവർകളെ സർ, അങ്ങയെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഈ ഗസൽ ആൽബം പ്രകാശനം ചെയ്യുന്നതും മലയാളിക്ക് സമർപ്പിക്കുന്നതും നമ്മുടെ ഏവരുടെയും ആരാധ്യനായ ആദരണീയനായ കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീ G കാർത്തികേയൻ സാർ അവർകളാണ്. ബഹുമാന്യനായ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ G കാർത്തികേയൻ സാർ, അങ്ങയെ വളരെ ആദരപൂർവ്വം അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണത്തിന് ചടുലവും ചലനാത്മകവുമായ നേതൃത്വം നൽകുന്ന നമ്മുടെ സമാദരണീയയായ സമാരാധ്യയായ മേയർ അഡ്വക്കേറ്റ് ശ്രീമതി K ചന്ദ്രിക അവർകളെ അങ്ങയെ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതകൾക്കപ്പുറത്ത് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നാഥൻ, ഈസ്റ്റ് കോസ്റ്റ് പ്രസ്ഥാനത്ത് നയിക്കുന്ന ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് എന്ന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ. കലയെയും സംഗീതത്തോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രം മറ്റെല്ലാം മറന്ന് ഈ പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഊർജ്ജവും ശക്തിയും ചൈതന്യവും പകരുന്ന ബഹുമാന്യനായ ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് സാർ, അങ്ങേ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുവാനുള്ള അവസരമുണ്ടായത് ജീവിത പുണ്യം എന്ന് കരുതുന്നു. വിശ്വമലയാളത്തിൻ്റെ ഗസൽ ശബ്ദം, നമുക്കേവർക്കും ആരാധ്യനായ മലയാളിയുടെ അഭിമാനമായ ശ്രീ ഉമ്പായി സർ, വളരെ ആദരപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം ഭക്തിപൂർവ്വം അങ്ങേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാക്ടയുടെ പ്രസിഡൻറ്റും പ്രശസ്തനായ മലയാള സിനിമാ സംവിധായകനുമായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ GS വിജയൻ അവർകളെ അങ്ങേ ഞാൻ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സതീഷ് ബാബു പയ്യന്നൂർ
കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയിലുള്ള ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി കൂടിയായ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ, കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ജേതാവ്, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് വിജയകരമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന തിരുവനന്തപുരം നഗരവാസികളായ കലാസ്നേഹികൾ, സംഗീതപ്രേമികൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങളുടെ വിജയത്തിന്, ഈസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ വിജയത്തിന്, ഇതിൻ്റെ പത്രത്തിൻ്റെതായാലും ശരി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായാലും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിൻ്റെ മനസ്സും മസ്തിഷ്കവുമായ ഈസ്റ്റ് കോസ്റ്റ് കുടുംബത്തിലെ ജീവനക്കാർ, ഇതിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന പ്രവർത്തകർ, ഇവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും ഈ വേദിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ പീതാംബരക്കുറുപ്പ് അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സദസ്സിൽ തന്നെ സമൃദ്ധമായ ഒരു സാഹിത്യ, സാംസ്കാരിക, സംഗീത തലങ്ങളുടെ പ്രശസ്ത വ്യക്തികളുണ്ട്. അവരെയെല്ലാം സ്വാഗത പ്രസംഗത്തിൽ അജിത്ത് പറഞ്ഞതുപോലെ മനസ്സാ നമിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് 1% പോലും എൻ്റെ പ്രസംഗവേദിയല്ല എന്ന് ഞാൻ ആദ്യമേ തിരിച്ചറിയുകയാണ്. സംഗീതം ഉണർത്താത്ത സങ്കല്പങ്ങൾ ലോകത്തിന്നുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ മുമ്പായി ഒരു പേമാരി ചൊരിയിക്കുവാൻ വന്നിരിക്കുകയാണ്. രാഗസുധാരവം കൊണ്ട് സംഗീത മൃദുലമായ ഒരു അന്തരീക്ഷ പരിവേഷണത്തിന് തന്നെയാണ് വാസ്തവത്തിൽ അദ്ദേഹം വന്നിരിക്കുന്നത്. ഒരു കാലത്ത് രോഗശാന്തിക്ക് സംഗീതത്തെ ഉപയോഗിച്ചു, സാന്ത്വനത്തിന് സംഗീതത്തെ ഉപയോഗിച്ചു, മനുഷ്യവീര്യത്തെ ഉണർത്തിയെടുക്കുന്ന സമര ജ്വരം പ്രവഹിപ്പിക്കുവാൻ സംഗീതത്തെ ഉപയോഗിച്ചു. സംഗീതത്തിൽ നിരവധി രാഗങ്ങളുണ്ട്, സ്വരങ്ങളുണ്ട്, നിരവധി സമ്പ്രദായങ്ങളുണ്ട്, നിരവധി ഘടകങ്ങൾ ഉണ്ട്. അതൊക്കെ ആവിഷ്കരിക്കാൻ കഴിയുന്നവരാണ് ഇനി നിങ്ങളോട് പ്രസംഗിക്കാനിരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനവും. രചന അത്യപൂർവമായ ഒരു സിദ്ധിയാണ്, ഒരു സാധക ഫലം ആണ്. സംഗീതം രാഗങ്ങൾ കൊണ്ട് പുഷ്ടമാണ്, ധ്വനികൾ കൊണ്ട് പുഷ്ടമാണ്. അതിൻ്റെ കൃത്യനിർവഹണത്തിൽ ആ മഹാശൈലിക്കുള്ള, ആ സംവിധാനത്തിനുള്ള ശേഷി അനവധ്യമാണ്, അത്യസാധാരണമാണ്. അത് ഹൃദയാവർജകമായ മഹിമകൾ നമുക്ക് പകർന്നു തരുന്ന ഒരു വിശുദ്ധമായ സമ്പ്രദായം ആണ്. സംഗീതത്തെ വെല്ലാൻ കഴിയുന്ന ഒരു സാംസ്കാരിക ശാഖ, നമ്മെ വളരെ വേഗം ഇളക്കി മറിക്കാൻ കഴിയുന്ന മറ്റൊരു സാഹിത്യശാഖ ഇനിയും നാം കണ്ടെത്തേണ്ടതുണ്ട്. സംഗീതം എന്നത് ഒരു പഠനവും ഗ്രഹിച്ചിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ആർജിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഉള്ളിലൂടെ പോലും ഒഴുകി വരുന്ന ഒന്നാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗീത മേഖലയാണ് ഗസൽ. ഗസൽ സംഗീതം ഇനിയും അനവധി ഗവേഷണങ്ങൾ അർഹിക്കുന്ന ഒരു വലിയ സംഗീത മേഖലയാണ്. ആ മേഖലയിൽ അത്യസാധാരണമായ മികവ് കരസ്ഥമാക്കാൻ സാധിച്ച ശ്രീ ഉമ്പായി ഇന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അവർ രചിച്ച, അദ്ദേഹത്തെ പറ്റി ദീർഘമായ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൂടാ. മാത്രമല്ല, എന്നോട് ഇന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്നെ ഒഴിച്ചുള്ളവരെ പറ്റിയേ സംസാരിക്കാവൂ എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയം കൊണ്ടാണ്. ഈ മേഖലയിൽ കടന്നു വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഗാനരചയിതാവ്, സംഗീത ഗാനരചയിതാവ് കൂടിയാണ് ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അദ്ദേഹം ഇതുവഴി ഈ മേഖലയിലൂടെ ഒരു സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമല്ല. ഇങ്ങനെ ഉള്ളവർ രംഗത്ത് വരുമ്പോഴാണ് പല ആളുകൾക്കും പ്രോത്സാഹനം ലഭിക്കുന്നത്. വളരെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ അഭിനന്ദനങ്ങൾക്ക് എത്രയോ മുകളിൽ നിൽക്കുന്ന ശ്രീ ഉമ്പായിയെ പോലെയുള്ളവരുടെ ഗസൽ സംഗീത ആലാപനം കൂടി നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം നിരവധി പുതിയ രചയിതാക്കളുടെ കൃതികൾ കൂടി ഇന്നിവിടെ ആലപിക്കപ്പെടുന്നുണ്ട്. അവരെയുമൊക്കെ അഭിനന്ദിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാവുകങ്ങളോടെ നമസ്കാരം. ജയ് ഹിന്ദ്. ഭദ്രദീപം കൊളുത്തി ചടങ്ങിന് തുടക്കം കുറിക്കുന്നതിനും നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി എന്ന ആൽബത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നതിനുമായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ G. കാർത്തികേയൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
മറ്റാരാണ് സഖിയുടെ പ്രകാശനമാണ് ഇനി. ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മേയർക്ക് CD-യുടെ ആദ്യ പതിപ്പ് നൽകി പ്രകാശിപ്പിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖിയിലെ 12 ഗാനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഗാനരചയിതാക്കളും ഈ വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നീ അല്ലെങ്കിൽ മറ്റാരാണ് സഖി ബഹുമാനപ്പെട്ട സ്പീക്കർ ബഹുമാനപ്പെട്ട മേയർക്ക് നൽകി പ്രകാശിപ്പിക്കുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ G. കാർത്തികേയൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യരെ, ഗുരുജനങ്ങളെ, എല്ലാം ഒരു നിമിഷം മാത്രം. ഈ സന്ദർഭത്തിൽ ദീർഘമായ ഒരു പ്രസംഗം അനൗചിത്യമാണ് എന്നെനിക്കറിയാം. പറയേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട കുറുപ്പ് ചേട്ടൻ പറഞ്ഞു. എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പറയുന്നത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഞാനത് മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട മുംബൈയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും നേടുന്നതിന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ വിനിയോഗിക്കുന്നുള്ളൂ. എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് സംഘാടകരോട് എനിക്കുള്ള നന്ദി, കൃതാർത്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു. ഔപചാരികമായ ഈ കർമ്മം നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് K. ചന്ദ്രികയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ലോകത്തിലുണ്ടാവില്ല. ഒരു പടുപാട്ടൊന്ന് പാടാത്ത കഴുതയുണ്ടോ എന്നാണൊരു ചോദ്യം. എത്ര പാടാനറിയാൻ മേലാത്തവരും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാതിരിക്കത്തില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സംഗീതത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കുറുപ്പേട്ടൻ പറഞ്ഞതുപോലെ ഏതെല്ലാം ശാഖകളിൽ സംഗീതമുണ്ടായിട്ടുണ്ട്. വിപ്ലവ ഗാനങ്ങൾ കേൾക്കുമ്പോൾ വീര്യം തുടിക്കുന്ന മനസ്സുമായി നിൽക്കുന്ന അവസരങ്ങൾ, ബലികുടീരങ്ങളെ എന്ന് കേൾക്കുമ്പോൾ ത്രസിക്കാത്ത മനസ്സില്ല. അതുപോലെ തന്നെ ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തരളിതമാകാത്ത മനസ്സില്ല. പാടാത്ത വീണയും പാടും എന്ന് പറയുമ്പോൾ പാടാൻ മോഹിക്കാത്തവരില്ല. അങ്ങനെ എത്രയോ മനോഹരമായ പാട്ടുകൾ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സംഗീതമെന്ന് പറയുന്നത് സാഗരമാണ്. ഈസ്റ്റ് കോസ്റ്റ് എന്ന് കേട്ടാൽ അതിൻ്റെ ഇപ്പുറത്ത് വിജയനുണ്ട് എന്ന് നമുക്കറിയാം. അത്രത്തോളം ഈസ്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ പേര് നിൽക്കുന്നത്. എല്ലാത്തിലും വിജയം കൊയ്യുന്ന, എന്ത് തൊട്ടാലും പൊന്നാക്കുന്ന ഒരു അനിതര സാധാരണമായ വ്യക്തിത്വം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ CD നീ അല്ലെങ്കിൽ മറ്റാരാണു സഖി എന്ന് തുടങ്ങുന്ന ഈ ഗസൽ എല്ലാവരുടെയും പ്രത്യേകിച്ചും മലയാളി മനസ്സിൽ ചേക്കേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപസ്വിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി സംവിധായകനും മാക്ടയുടെ അധ്യക്ഷനുമായ ശ്രീ GS വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കലാകാരന്, അത് നടനായാലും എഴുത്തുകാരനായാലും സംവിധായകനായാലും ഗായകനായാലും ഗായികയായാലും അവരുടെ കഴിവുകൾ 4 പേരെ അറിയണമെങ്കിൽ, പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് എന്നായാലും അന്നത്തെ പണ്ടായാലും ഇപ്പോഴായാലും അതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. അങ്ങനെ ഒരു കലാകാരനായ ഒരു ഇൻവെസ്റ്റർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു കലാകാരനാണ്, ഒരു കവിയാണ്, കലയെ നന്നായി ആസ്വദിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാത്ത നടീനടന്മാർ, പാട്ടുകാർ വിരളമായിരിക്കും.
കുറേ പൈസ കലയ്ക്ക് വേണ്ടി, കലയെ സ്നേഹിച്ചു പോയി ഒരു കുറ്റത്തിന്, അല്ലെങ്കിൽ കല മനസ്സിലുള്ളത് കൊണ്ട് ഒത്തിരി കാശ് സന്തോഷപൂർവ്വം നഷ്ടപ്പെടുത്തിയ ഒരാളാണ് വിജയേട്ടൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സിനിമകളും സ്റ്റേജ് ഷോകളും അതിനുശേഷം അദ്ദേഹം ഇറക്കിയ മനോഹരങ്ങളായ ഓഡിയോ കാസറ്റുകൾ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സംരംഭങ്ങൾക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് ഞാൻ ഈ ത്രിസന്ധിയിൽ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ സതീഷ് ബാബു പയ്യന്നൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിജയേട്ടനെ ഏതാണ്ട് 20 വർഷം മുമ്പ് ഞാൻ പരിചയപ്പെടുമ്പോൾ വളരെ പരുക്കനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര പ്രണയത്തിൻ്റെ ശീലുകൾ എഴുതുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് കേരളം അല്ല മലയാളം അല്ലെങ്കിൽ മലയാളികളുള്ള ഏത് ലോകത്തും മലയാളിയെ നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ നിതാന്ത ശാന്തതയിലേക്കും സൗമ്യതയിലേക്കും കൊണ്ടുപോയ എടുത്തുയർത്തിയ മറ്റൊരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ എഴുത്തിനെ അല്ലെങ്കിൽ സാഹിത്യത്തെ സാക്ഷി നിർത്തി ഞാൻ പറയും. വിജയേട്ടനെ ഒരിക്കലും സാഹിത്യകാരൻ്റെ ഒരു തട്ടകത്തിൽ അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ ആരും കണ്ടിട്ടില്ല എന്നെനിക്കറിയാം. ഇന്നും മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ട 20 വർഷത്തെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ പറ്റും. മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഏറ്റവും നിഷ്കളങ്കനായ ഒരു പ്രണയിയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന് തുടരെ ഇത്തരം ആൽബങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ ഇടവരുത്തുന്നത്. മലയാളിയെ നിത്യമായ പ്രണയത്തിലേക്ക് ആഴ്ത്താൻ, നിത്യമായ സൗഹൃദങ്ങളിലേക്ക് ആഴ്ത്താൻ, സ്നേഹത്തിൻ്റെ മരങ്ങളിലേക്കും പൂക്കാലങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഈ ഓണക്കാലത്ത് ഈ ആൽബത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട ഉമ്പായിയുടെ ഗസൽ കേൾക്കാനാണ് ഈ ഒരു സദസ്സ് ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നറിയാം. അതിനു മുൻപായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാധാരണയായി ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ശീലമില്ല. ഹാർമോണിയത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ വിജയേട്ടനുമായിട്ടുള്ള എൻ്റെ ഈ ബന്ധം മഹത്തായൊരു സംഗീതശാഖയെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ഏതായാലും നിങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക. ഈ ശാഖയെ നിലനിർത്താൻ രംഗത്ത് വരുന്ന എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക. ഈസ്റ്റ് വെസ്റ്റിൻ്റെ കൂടെ സഹകരിച്ച് ആ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഹാർമോണിയത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പറയാം. താങ്ക് യു. വേദിയിൽ മാത്രമല്ല സദസ്സിലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികളിരിപ്പുണ്ട്. എനിക്കൊന്ന് പകുതിയിലധികം നോക്കുകയാണെങ്കിൽ തന്നെ വളരെ പ്രശസ്തരായ കലാകാരന്മാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രസംഗങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാവരും ഈ ഒരു സായാഹ്നം മാറ്റിവെച്ചിരിക്കുന്നത് സംഗീതത്തിന് വേണ്ടിയാണ്, ഗസലിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് തന്നെ പോകാം.